ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തൃക്കണ്ണാടുള്ള മഡ് ഗാലറിയിലാണ്. അപ്പോൾ നമ്മൾ വേറൊരു ഷൂട്ടിന് പോകുന്ന സമയത്ത് വഴിയിൽ നല്ലൊരു ലൊക്കേഷൻ കണ്ട് നമ്മൾ ജസ്റ്റ് കയറി നോക്കിയതാണ്. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വന്നാൽ വീട്ടിൽ വെക്കേണ്ട ഓരോ നമ്മൾ വീട്ടിൽ ആകർഷണത്തിനായിട്ട് വെക്കുന്ന പല വസ്തുക്കളും ഇവിടെ നല്ല സെലക്ഷനാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. അടിപൊളിയാണ്. അലങ്കാര വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഷോപ്പ് നമുക്ക് ഇന്നൊരു കൗതുകം തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വാങ്ങിയില്ലെങ്കിൽ പോലും നമ്മൾ ഒന്നെടുത്ത് നോക്കും. വീടുകളിലൊക്കെ അലങ്കാരത്തിന് വെക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇന്നൊരു കൗതുകം തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഷോപ്പിൻ്റെ ഓണർ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞു തരുന്നതായിരിക്കും നല്ലത്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇത് ഒരു വെറൈറ്റി ആണ്. നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയായിരുന്നു. അപ്പം ഇത് കാണുമ്പോൾ തന്നെ പുറത്തുനിന്ന് തന്നെ ഭയങ്കര ഒരു കൗതുകം തോന്നുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇത് എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? 3 വർഷത്തോളായിട്ടുണ്ടാവും. നമ്മൾ ഈ മണ്ണിന്റെ ഐറ്റംസിനോട് ഭയങ്കര ക്രൈസ് ആയിരുന്നു പണ്ട് ചെറുപ്പത്തില്. അങ്ങനെ ഒരു കട തുടങ്ങി. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ സിമെന്റിന്റെ എല്ലാം നമ്മൾ ഉണ്ടാക്കും. സിമെന്റിന്റെ ഏറ്റവും സെറ്റ് പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കും. കുറെ ജോലിക്കാരുണ്ടോ? പാവപ്പെട്ട കുറെ ആൾക്കാരുണ്ടല്ലോ, അവർ ഈ ഓരോ സാധനം നമുക്ക് ഉണ്ടാക്കി തരും. അവരെല്ലാം നമ്മൾ ചാരിറ്റി പോലെയും കൂടെ അതായി. അല്ല, ഇത് കാണുമ്പോ തന്നെ തോന്നുന്നുണ്ട് ഒരു ക്രൈസിന്റെ പേരിൽ തുടങ്ങിയതാണെന്ന്. പണിയുണ്ടാവും. ഇതേപോലത്തെ ചെറിയ കൊട്ടലുണ്ടല്ലോ മണ്ണിന്റെ, അതൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഹെൽപ്പാണ്. ഈ മഡ് ഗാലറി ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് നഷ്ടങ്ങളും വരൂലേ അതില്? മഡൊക്കെ പെട്ടെന്ന് പിന്നെയും നമുക്കത് എപ്പോഴായാലും റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല കസ്റ്റമേഴ്സ് ഉണ്ടാവാറുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളൊരു വെറൈറ്റി ആയതുകൊണ്ട് നമ്മൾ ഷോപ്പൊന്നും അങ്ങനെ ചെയ്യാറില്ല. കേരളത്തിൽ സിമെന്റ് പ്രൊഡക്റ്റാണ് നമ്മളെ മെയിൻ പ്രൊഡക്റ്റ്. ഇതിപ്പോ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹം. ടൂർ പോയിട്ടേ അങ്ങനെ ഇവിടെ കർണാടകയിലെ ഒരു ഷോപ്പ് ഇങ്ങനെ കണ്ടില്ല. അങ്ങനെ നമുക്ക് അതിനോട് ഒരു ക്രൈസ് തോന്നി. അതെല്ലേ, വെറൈറ്റി കളക്ഷൻസ് ആണെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ ഉള്ളത്. ആ ഒരു കർണാടക ടച്ചും ഉണ്ട് ഓരോരോ പ്രൊഡക്റ്റിന്. ഇവിടെ ഇല്ലാത്തൊരു കട, ഒരു വെറൈറ്റി ഉള്ള കട തുടങ്ങണം എന്നുള്ള ചിന്ത അങ്ങനെയാണ് അത് തുടങ്ങാനുള്ളത്. ഇതിന്റെ ലൊക്കേഷൻ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പറയുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് നമ്മുടെ അത് കാഞ്ഞങ്ങാട് വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ബേക്കൽ ഫോർട്ട് ആഗസ്റ്റ് ഫേമസ് അല്ലേ. ബേക്കൽ ഫോർട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണും. പിന്നെ തൃക്കണ്ണാട് ഒരു ഫേമസ് ആയ അമ്പലം ഇവിടെയുണ്ട്. ബേക്കൽ ഫോർട്ട് തന്നെ നമ്മൾ മെയിൻ. അവിടത്തേക്കുള്ള യാത്രക്കാരും അവിടത്തേക്കുള്ള ടൂറിസ്റ്റുകൾ പിന്നെ അവരാണ് പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കപ്പെടുമല്ലോ. നമ്മളെ മെയിൻ ഉദ്ദേശം തന്നെ അതായിരുന്നു. തൃക്കണ്ണാട് അമ്പലത്തിന് തൊട്ടടുത്തായിട്ടാണ്. നിങ്ങൾ തൃക്കണ്ണാട് അമ്പലത്തിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും ഇവിടെ കയറണം. അത്രയും കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അത് ഒരു വേറെ ലെവലാണ് കേട്ടോ. എല്ലാ ഭംഗിയാണ്. ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ഈ ഒരു കാഴ്ചയും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാനൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ് ഒക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. അപ്പോൾ വിഷുവൊക്കെ വരാൻ പോവുകയാണ്. ഇവിടെ കൃഷ്ണ വിഗ്രഹമൊക്കെ കാണുമ്പോൾ കൃഷ്ണൻ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണോ എന്ന് തോന്നുന്ന അത്രയും ഭംഗിയും പെർഫെക്റ്റുമായിട്ടുള്ള വിഗ്രഹങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. അതുപോലെ തന്നെ വീട്ടുപകരണങ്ങൾ, വീട്ടിൽ വേണ്ട അടുക്കളയിൽ അത്യാവശ്യമായ ചില സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ, നമ്മൾ ചായ കുടിക്കാൻ കപ്പ്, മഡ് കൊണ്ടുണ്ടാക്കിയ കപ്പ്, പല നിറത്തിലും ആകൃതിയിലുള്ള ഫ്ലവർ വേസ്, അതുപോലെ തന്നെ ഇവിടെ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഒരു വസ്തുവാണ് ബുദ്ധൻ്റെ ശില്പം. മുറ്റത്തെ ചെടികൾക്ക് ഭംഗി കൂട്ടുന്നതിനായിട്ട് ചെടിച്ചട്ടികളും ചെറിയ വലിപ്പത്തിലും വലിയ വലിപ്പത്തിലുമൊക്കെയുള്ള ചെടിച്ചട്ടികളുമുണ്ട്. ഇവിടെ ഈ കാണുന്നതൊക്കെ താമരക്കുളങ്ങളാണ്.
ഇന്നത്തെ നമ്മുടെ ഈ വെറൈറ്റി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വ്ളോഗുമായി അടുത്തയാഴ്ച വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ.